ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാൻ ആക്കിയതാണ്. കാർഗിലിലേക്ക് നേരെ പോകണം, ഇവിടെ ലേ പോകണം. ബട്ട് ഒരു വണ്ടി സെറ്റായി. നമ്മുടെ ഡസ്റ്റർ റൂട്ട് സ്റ്റാർട്ട് ആവണല്ലോ. ഉണ്ടോ, എൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് തള്ളി നോക്കാം. ഗൈസ്, നമ്മുടെ ഡസ്റ്റർ റൂട്ടറിന് ചെറിയ പണി കിട്ടി. എൻ്റെ പൊന്നോ, സ്റ്റാർട്ടായി. ചത്ത് എൻ്റെ അമ്മ. ഓക്സിജൻ ഒന്നാതെ കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഇത്ര പാടില്ല കുഞ്ഞാ. ഓക്കെ, ഇരുന്ന് റിലാക്സ് ചെയ്യ്, കുറച്ച് ആശ്വാസമുണ്ട്. രാവിലെ തന്നെ കിട്ടിയ പണി. തള്ളിയപ്പോ സ്റ്റാർട്ട് ചെയ്ത ഭാഗ്യോട്ടാ. ഞാൻ പറയുന്നത് അറിയാം, ബാറ്ററി മോശമാണ്, ബാറ്ററി മാറ്റുക. ഭയങ്കര ബാറ്ററി ഷോപ്പ് നോക്കണം, പോകുന്ന വഴിക്ക് ബാറ്ററി ഷോപ്പ് നോക്കണം. അല്ലെ എന്റെ ബാറ്ററി മാറിയിട്ട് ഇപ്പൊ എത്ര മാറ്റാം. ആ പോകുന്ന രണ്ടുപേരും മലയാളീസാണ് കേട്ടോ, ആർമിക്കാര്. എല്ലാ ആർമിയുടെ വണ്ടികളും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ശോകം ഓഫ് റോഡ് സീനാണ് കേട്ടോ ഇവിടെ. പുതിയ സ്നോ കേട്ടോ, അത് ഫ്രഷ് സ്നോ കുടിഞ്ഞിടക്കുന്നു. ഇതൊക്കെ ബങ്കറുകളാട്ടോ. യുദ്ധത്തിന്റെ ടൈമിൽ കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ, യുദ്ധത്തിന്റെ ടൈമിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും പട്ടാളക്കാർ നിന്നിട്ട് ഫുള്ള് വെടിവെപ്പ് സീനൊക്കെ, ഒളിച്ചിരിക്കാനും. ശരി സീൻ സ്ഥലമല്ലേ. വഴികളൊക്കെ കുറെ അടിപൊളിയാക്കിയിട്ട് എല്ലാവരും പറഞ്ഞ് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് വഴികളൊക്കെ. ഇതെല്ലാം ലാൻഡ് സ്ലൈഡ് ഏരിയാസാണ് കണ്ട. ഇവിടെ ഇങ്ങോട്ടുള്ള വ്യൂ നോക്കി, അറ്റത്തൊരു ടണൽ കാണണ്ട നിങ്ങൾ. അവിടെ ഒരു ടണൽ കണ്ട. ആ ലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണേ. മഞ്ഞും കൂടി വീണതിന് എന്തായിരിക്കുമല്ലോ ഇവിടെ. ശരിക്കും മഞ്ഞുള്ള സമയത്ത് നമുക്കൊന്ന് കാണുന്നുണ്ട്. ഇതേ അവിടെ മുകളിൽ നമുക്ക് മഞ്ഞ് കാണാം. പിന്നെ ഈ സൈഡിലോട്ട് ആറ്റത്തുണ്ട് മഞ്ഞ്. അപ്പുറത്തോട്ട് പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് ശരിക്കും മഞ്ഞുമലയിലേക്ക് കൂടിയാണ്.
റിയലി എക്സൈറ്റഡ്. നമ്മൾ തെർമലൊക്കെ ഇട്ടിട്ടുണ്ട്. ജാക്കറ്റ് പിന്നെ ഇപ്പോൾ വേണ്ട, വലിയ കുഴപ്പമില്ല. SPF ഒക്കെ വാരി തേച്ചണ്ട, അത് മറക്കരുത്. നമ്മൾ 2 വണ്ടികളും എന്തേ കെട്ടക്കന അടപ്പോക്കി. വലിയ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കണ്ട കേട്ടോ. ഇവിടെയൊക്കെ തൊപ്പി പറഞ്ഞു താഴെ കിടക്കണ്ടല്ലോ. ഓ എങ്ങനെയുണ്ട് ഞാൻ ബ്രീത്തിങ് ലെവൽ നമ്മളൊന്ന് നോക്കണം. പിന്നെ നമ്മുടെ ഡസ്റ്റർ റൂട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നണത്, കാരണം ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടേക്കണേണ്. റീസെൻ്റ്ലി നമ്മളൊന്ന് നോക്കിയായിരുന്നു, ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ ആ തണുപ്പത്ത് കിടന്നതിൻ്റെ ആയിരിക്കണം അവൻ സ്റ്റാർട്ടാവാൻ. അത് ബാറ്ററിയൊക്കെ തണുത്തിരുന്നതുകൊണ്ടായിരിക്കണം. നേരെ ഇവിടെ നിന്ന് കാർഗിൽ പിടിക്കും. കാർഗിൽ എന്നിട്ട് അവിടെ എന്തോ മ്യൂസിയം ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതൊക്കെ ഒരു ആഗ്രഹമുണ്ട് കാണാൻ. നമ്മുടെ ടെൻറ്റ് കൊണ്ട് എന്തായാലും ഉപയോഗം ഉണ്ടായി. ടെൻറ്റ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് വാഷ്റൂമിൽ പോകാനൊക്കെ ടെൻറ്റ് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ സ്ഥലമാണ് കിടക്കുന്നത്. ഇവിടെ പിന്നെ പറമ്പൊന്നും നോക്കി നടക്കരുത്, ബാത്റൂമൊന്നും നോക്കി നടക്കരുത്. ഉള്ളി പറമ്പിനെയും മലകളെയൊക്കെ ആശ്രയിച്ച് നമുക്ക് പോവാം. കൊച്ചിനറിയാം, ഇതൊരു മടക്കണ ഒരു പണി തന്നെ കേട്ടാ. ഇതൊരു ടാസ്ക് പരിപാടിയാണ്. രണ്ടുപേരും കൈ പിടിക്കട്ടെ ഇങ്ങനെ. ഇങ്ങനെയൊന്നും അല്ലടാ, അത് തന്നെ അങ്ങനെ പോട്ടെ പോട്ടെ പോട്ടെ. ഓ കൊച്ചു പഠിച്ചല്ലേ. സീൻ മോനെ പറ, സീൻ മോനെ പറയടി. ആരുടെ സീൻ മോനാണ് പൊളി? സീൻ മോനെ പറഞ്ഞ ചേച്ചി. സീൻ മോനെ അടിച്ചേ. സീൻ മോനെ അളിയാ നോക്കട്ടെ. സീൻ മോനെ അടിച്ചേ. അളിയന്റെ സീൻ മോനെ നോക്കട്ടെ. നാടം അളിയന് നാടം. അപ്പോ ഇനി ഇവിടെ നിന്നുള്ള യാത്രകൾ കണ്ടോളൂ. കലകൻ കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളുമായിട്ട് യാത്രകൾ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്റെ സാധനം നോക്കിക്കൂട്ടേത്. ടാങ്കർ സീൻ. ഗായ്സ് നമ്മള് കാർഗിൽ എത്തി. കാർഗിൽ എൻട്രി ആട്ടോ ഇത്. ഇവിടെ ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ചെക്കിംഗ് ആണോ നമ്മൾ എൻട്രി എടുക്കണം അല്ലേ? 14 ഡിഗ്രി. ഇത് നോക്കി, ഇവിടെ 14 ഡിഗ്രി. പക്ഷെ പൊളിയാട്ടോ. നമ്മള് കാണാത്തൊരു ലോകത്തൂടെ പോകുന്നവരല്ലേ. മലയൊക്കെ എന്നാ വലിയ മലയാ, നമ്മുടെ കണ്ണെത്താത്ത അത്ര ഉണ്ട് വലിയ മല. ഭയങ്കര രസാട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലല്ലേ. അതെ, എല്ലാരും വരണം. ബ്രീത്ത് ഇപ്പൊ തന്നെ സീനാണ്, വെള്ളം കുടിച്ചോണ്ടിരിക്കണേ. നമ്മളിപ്പോ എത്ര ഫീറ്റ് മേളിലാ? നമ്മളിപ്പോ 11,000 ഫീറ്റ് മേളിലാട്ടോ. അതായത് നമ്മുടെ അവിടെയൊക്കെ ഫ്ലൈറ്റ് പോകുന്ന ഒരു ഹൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞു കേട്ടത്. അടിപൊളി റോഡ്. എന്റെ മോനെ ഗായ്സ്, നമുക്കിത് കിട്ടുന്നൊരു മഴ, ചെറിയ ചാറ്റൽ മഴയും കൂടി കിട്ടി. സെറ്റപ്പ് അല്ലേ? ഈ റോഡ് നോക്കി, ഈ പുത്ത റോഡാട്ടോ. അടിപൊളി അല്ലേ? ഇങ്ങോട്ട് നമ്മള് ഭയങ്കര റോഡൊക്കെ മോശമായിരിക്കുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കൊറേയൊക്കെ മോശം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അടിപൊളി. അതുകൊണ്ട് റോഡ് നോക്കി സൂപ്പറായിട്ട്. റോഡ് ഈ മലേന്റെ ഇടയിൽ കൂടെയുള്ള റോഡ്. ഞാൻ എവിടെ വണ്ടി ഓടിക്കണത്? കൊച്ചെന്നോട് ചോദിച്ചു കൊച്ചോടിക്കാൻ മോളിൽ കയറി എനിക്ക് നിന്ന് വീഡിയോ എടുക്കണോന്ന്. എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചത്. എന്ത് രസാ, കണ്ണെടുക്കാൻ തോന്നില്ല സത്യം പറഞ്ഞ. എവിടെ നോക്കിയാലും കണ്ണെത്താ ദൂരത്തോളം മലകള്. അയ്യോ, അത് ചെറിയ മലയൊന്നും അല്ല കൈസ്, ഒന്നൊന്നര മലകളാ ഇവിടെ മൊത്തം. ഇത് കണ്ട അവരുടെ ലഗേജ് മഴ കൊണ്ട് നനയാൻ തുടങ്ങിയപ്പോ അവര് കെട്ടണ കണ്ട ഈ സൈഡില്. ഈ സൈഡ് നോക്കിക്കേ. അടുത്ത് വന്നോണ്ടിരിക്കുകയാണ്.
പൊളിക്കും നമ്മള്. തിരിച്ചു പോകാനും തോന്നല്ല. സത്യമായിട്ടും തിരിച്ചു പോയാലും തിരിച്ചു പോയാൽ വേഗം ഓടിച്ചു ഇവനല്ലേ വേഗം ഓടിച്ചു കേരള വണ്ടിയാണല്ലോ. അത് ചെരുപ്പൊക്കെ ഇട്ടോണ്ടോ അവൻ ഓടിക്കുന്നത്. ഷൂ പോലും ഇല്ല അവന്. ട്രിവാൻഡ്രം വണ്ടിയാണ് അത് കലക്കി. അങ്ങനെ റൈഡേഴ്സ് വരും. പിന്നെ ഒരു നമ്മുടെ BROന്റെ റോഡാണ് എന്ന് വെച്ചാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ബോർഡർ മറ്റേ ഫോഴ്സിന്റെ ആണ് ഇത്. അവരാണ് ഈ റോഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ മലയാളി ചേട്ടൻ ലോറിയിൽ വന്നിട്ട് ഞങ്ങളോട് കൈ കാണിച്ചു നിർത്തിച്ച് എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചു. 17 കൊല്ലം ഈ ജോലി ചെയ്തോണ്ടിരിക്കണത്. ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞ് സംസാരിച്ചു. ഞാൻ ചോദിച്ചു റോഡൊക്കെ അടിപൊളിയാണ്. പിന്നെ സിക്കിം ആ ഭാഗത്തോട്ടൊക്കെ അവിടെ ആയിരുന്നു പുള്ളി. ബംഗ്ലാദേശ് ആ ഭാഗത്തായിരുന്നു. പക്ഷെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് കാറും കൊണ്ടുപോകണേന്ന്. ഒരു കുഴപ്പമില്ല, അടിപൊളി റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. അതിലോട്ട് പോയിക്കോ. ഞാൻ പറഞ്ഞാൽ അടുത്ത ട്രിപ്പ് അങ്ങോട്ടേക്ക് നോക്കിയാലാന്നും പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു. ഓ എക്സൈറ്റഡ്. വീണ്ടും ഇനിയും കാശുണ്ടാക്കണം, യാത്രകൾ പോകുന്നു. അങ്ങ് ദൂരെ കൊറേ മഞ്ഞുമല കാണാട്ടാ. കണ്ടതുമല്ല കേട്ടതല്ല കാണണ കാഴ്ചകൾ. ഓ തന്തിരത്താനേ താനാനേ സത്യം പറഞ്ഞ അത്ര ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. അയ്യോ അല്ലേലും എന്നോട് വേഗം ഓടിച്ചോ വൈകിട്ട് അത്രല്ലേ. ഞാൻ മാക്സിമം പയ്യെ മൂടായിട്ട് ഓടിച്ചു പോടെ. ഞാൻ പറഞ്ഞ അളിയ പയ്യെ വിട്ടു പോയി. അവരിപ്പോ ഫ്രണ്ടിലുണ്ട്. അവരും മൂട് പിടിച്ച്. ഞാൻ പറഞ്ഞ അളിയ ഇതൊക്കെ കണ്ടു നോക്കി പോവാ, ആസ്വദിച്ചു പോവാ. അതാണ് മൂഡ്. നമുക്ക് ഇനി കാർഗിൽ എത്തണം. കാർഗിലെത്തി നമ്മള് കാർഗില് മ്യൂസിയം ഒക്കെ കാണണം. അങ്ങനെ ഒരു വൈബൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. സൈഡിൽ കൂടി ഇങ്ങനെ ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടാ. അയ്യോ പറയാൻ വാക്കുകളില്ല എനിക്ക്. എന്താടി ഇത് മരുഭൂമിയാ? 13 ഡിഗ്രി ആയേ. അയ്യോ 13 ഡിഗ്രി. അപ്പുറത്ത് വാലി, ഇപ്പുറത്ത് മേലെ നടുക്കോ റോഡ്. ഇത് മറ്റേ പണ്ട് മറ്റേ ഹോട്ട് പർസ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമൊക്കെ ഉണ്ട്. അത് കളിക്കുമ്പോഴത്തേക്കും കണ്ട ഒരു വഴികളൊക്കെയാണ്. പാറയൊക്കെ നിൽക്കണം. ഇപ്പോക്കെ പുറത്ത് 15 ഡിഗ്രി. വിചാരിക്കണ പോലെ അല്ല. നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. കൊച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. നിർത്തിയിട്ടേക്കുന്ന സ്ഥലത്തിന്റെ വ്യൂ എന്താന്ന് നോക്കി. ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെ വീട്ടുകാർക്കൊക്കെ നല്ലോണം ഞങ്ങളെ മിസ് ചെയ്യണ്ടെന്ന് അറിയാം. എന്നാലും ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഇതുപോലൊരു യാത്ര ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. പിന്നെയൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. താഴേക്ക് ഇറങ്ങുവാ നമ്മള്. എൻ്റെ അമ്മോ, ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിട്ട് വെക്കാം. കുറച്ച് സമയം കണ്ടെത്തി നിങ്ങൾ വരണോട്ടാ. കുറച്ച് സമയം കണ്ടെത്തി വരണം. എന്നാലും ഇങ്ങനെ നിർത്തിയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ സ്ഥലങ്ങളൊക്കെ കാണണം. ഇനി ഇവിടെ നിന്ന് കാർഗിലൊക്കെ പോയി സ്റ്റേ അടിച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഒരു ദിവസം കൂടി കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് പക്ഷേ ലേ പഠിക്കണം. അതുകൊണ്ട് ഇനി ഞങ്ങൾ നേരെ പോയിട്ട് കാർഗിൽ ജസ്റ്റ് എൻ്റർ ചെയ്തുള്ളൂ. ഇനി ഞങ്ങൾക്ക് നേരെ ഒറ്റ വീട്ടിലോട് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറയാൻ പറ്റണില്ല. ഇനി ഒറ്റ വീട്ടിൽ വിട്ട് 1 മണിക്കൂർ 20 മിനിറ്റ് ഒരു ഓട്ടോ ഓടണം. നേരെ അവിടെ കാർഗിൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ലേ പിടിക്കണം. ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. പിള്ളേർക്കൊന്നും പറ്റത്തില്ല. ഓ പൊളിയല്ലേ.